എന്താണ് എന്നുള്ളതോ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളതോ ഒന്നും ചോദിക്കാൻ വേണ്ടി ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വന്നില്ല. അപ്പോൾ എന്താ പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. നമ്മൾ എത്ര തന്നെ നല്ലത് ചെയ്താലും അതിന് എവിടെയെങ്കിലും കുറ്റം കാണാൻ കാത്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡേ 9. നമ്മൾ ഇന്നലെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ നേരെ കൊച്ചിയിലേക്ക് വന്നു. വരുന്ന വഴി നമ്മൾ കോട്ടയത്തൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് മോർണിംഗ് ഒരു 5:30 ആയ സമയത്ത് ഞങ്ങൾ കോട്ടക്കിലെത്തി. അപ്പോഴും മുസ്തൂന് ചെറുതായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിച്ചു വൻ കോമഡിയാണ്. കോട്ടക്കൽ അൽമാസിലാണ് കയറിയത്. ഡോക്ടറുടെ പേരെന്താ ഓർമ്മയില്ല, ഡ്യൂട്ടി ഡോക്ടറാണ്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, ആൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞ് ഒരു നെബുലൈസേഷൻ എടുക്കാം, എന്താ പറയുക, വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്നാൽ നെബുലൈസേഷൻ എടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് എഴുതി ഡോക്ടറെ ഒരു പോക്കാണ്ട് പോയി. എന്താണ് എന്നുള്ളതോ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളതോ ഒന്നും ചോദിക്കാൻ വേണ്ടി ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വന്നില്ല. അപ്പോൾ എന്താ പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, നമ്മൾ പണം കൊടുത്ത് പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ പോലും ഒരു രോഗി വരുമ്പം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത മെഡിക്കൽ സയൻസ് ആണോ നമ്മുടെ നാട്ടിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എനിവേ അതിനുശേഷം ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു. അൽമാസ് ഹോസ്പിറ്റലിൽ ഇനി എന്ത് വന്നാലും പോവില്ല എന്നുള്ള ഡിസിഷൻ. അതാണല്ലോ നമ്മളെക്കൊണ്ട് എടുക്കാൻ പറ്റുക, അല്ലാതെ ഇപ്പം എല്ലാവരെയും അവിടെ തിരുത്താനൊന്നും കഴിയില്ലല്ലോ. സോ അത് കഴിഞ്ഞ് നേരെ കാലിക്കറ്റ് വന്നു. കാലിക്കറ്റ് ഫ്ലാറ്റ് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് പണികളുണ്ടായിരുന്നു. അത് 1 by 1 ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അതിന് അത്യാവശ്യം സമയം എടുത്തു. ഒരു 6:30-7 മണിയായി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഈവനിങ് അത്രയും സാധനങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ 2-3 സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് കാലിക്കറ്റ് എന്ന സമയത്ത് 6:30 മോർണിംഗ് 6:30 ആയി. അപ്പം അത്ര സമയം ഡ്രൈവ് ചെയ്ത് വന്നാൽ നല്ല ടയേർഡായിരുന്നു. ഒരു 12 o'clock വരെയൊക്കെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഓക്കെ, അതായിരുന്നു ഇന്നത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു ലേക്ക് പോന്നു. നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജസാൻ. അപ്പോൾ അവനുമായിട്ടിരുന്നു, സംസാരിച്ചു. ഞങ്ങൾ കുറേ ഇങ്ങനെ നാട്ടിലെ കുറേ വിശേഷങ്ങളും പറഞ്ഞു, നാട്ടിലത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകളൊക്കെ സംസാരിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് നാട്ടിലത്തെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒന്നുമില്ല, 2 റീസണാണ്. നമ്മളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ്, അതുപോലെ തന്നെ മണി, ഫിനാൻഷ്യൽസ്, പിന്നെ ബ്രാൻഡ് മാർക്കറ്റിംഗ്, ഇത് എപ്പോഴും ഇങ്ങനത്തെ ഡിസ്കഷനിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കൊന്നും ഇപ്പോൾ ഞാൻ പറയുന്ന ടോപ്പിക്സ് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ കൂടുതലും അവിടെ എന്താ പറയുക ടൈം ഇൻവെസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എനിവേ കഴിഞ്ഞ ആഴ്ച എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, സൽമാൻ ഈ വരുമ്പോൾ എന്തായാലും എന്നെ വിളിക്കണം, എനിക്കൊന്ന് എന്നെ തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 years ആയി. അവൻ്റെ ഭാര്യ എന്താ പറയുക, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അവൻ വർക്ക് ചെയ്യുന്ന എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ഉണ്ട്, യൂണിവേഴ്സിറ്റി എന്ന് പറയും, കോട്ടക്കിലുള്ള. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് റാങ്കോട് കൂടി കഴിഞ്ഞ വർഷത്തെ നീറ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്ത പെൺകുട്ടിയാണ്. അപ്പോൾ അത് ഒരു വട്ടം എൻട്രൻസ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് എഴുതുന്ന സമയത്താണത് പാസ്സാവുന്നത്. അപ്പോൾ അവൻ്റെ അതിയായ മോട്ടിവേഷനൊക്കെയാണ് അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് അവൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. മുമ്പത്തെ ജേസാനല്ല, പിന്നീട് എന്നോട് സംസാരിക്കുന്ന ഒരുപാട് മാറണം, എന്താ പറയുക, ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണം, ലൈഫ് ചേഞ്ച് ചെയ്യണം, ഇങ്ങനൊന്നും നടന്നാൽ പോരാ എന്നൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ട്. സോ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കാരണം പൊതുവേ ഞാൻ നാട്ടിൽ നിൽക്കാറില്ല, വളരെ കുറവാണ് നിൽക്കാറ്. വേറെ ഒന്നുമല്ല, എൻ്റെ തന്നെ ലൈഫ് ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെത്ര തന്നെ നല്ലത് ചെയ്താലും അതിന് എവിടെയെങ്കിലും കുറ്റം കാണാൻ കാത്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പം എന്താ പറയുക, ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് പോലും അറിയാതെ എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. നാട്ടിലെല്ലാവരും കുറ്റം പറയില്ല കേട്ടോ, അതെൻ്റെ ഫാമിലിയിലടക്കം അങ്ങനെ തന്നെയാണ്, അതില്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മളുടേതായിട്ടുള്ള പണിയെടുത്ത് പോവുക. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും
നമുക്കത് ബാധിക്കുന്ന കേസല്ല. നമ്മുടെ ലൈഫ് നമ്മുടെ അടുത്താണ് കിടക്കുന്നത്. അപ്പം അൽഹംദുലില്ലാ പടച്ചോൻ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവും, അടിച്ചു പൊളിയാവും. പക്ഷെ നമ്മൾ വെറുതെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കും തോന്നുന്നില്ല. എനിവേ ഔട്ട് ഓഫ് ദ ബോക്സിൽ ചിന്തിക്കുക, ഔട്ട് ഓഫ് ദ ബോക്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഈ ചെറിയ ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഓടുക. കിട്ടിയാൽ നമുക്കിത് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് കിട്ടാതാവുന്നതിൽ വലിയ വിഷയമൊന്നുമില്ലല്ലോ, പരിശ്രമിച്ചിട്ടല്ലേ കിട്ടാത്തത്. സോ എനിവേ ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. സോ അടുത്ത വീഡിയോ കണ്ട് വീണ്ടും കാണാം. ബൈ.